Subscribe to me. Make sure I have 1 million subscribers because I'm gonna have one soon. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് പോകുന്നത് ഒരു 3 ദിവസത്തെ ട്രിപ്പിന് വേണ്ടിയാണ്. അപ്പം 3 ദിവസത്തെ ട്രിപ്പ് എന്ന് കഴിഞ്ഞാൽ ഫസ്റ്റ് ഡേ ഞങ്ങൾ ആദ്യം ചെല്ലുന്നത് കൗണ്ടി മീത്തിലോട്ടാണ്. കൗണ്ടി മീത്തിലെത്തി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ബാക്കി പ്രോഗ്രാംസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പോകുന്നത് ഒരു വീടെടുത്തിട്ടുണ്ട്. നമ്മൾ 3 ഫാമിലിയുണ്ട്, അവർക്ക് 3 ഫാമിലിക്ക് കൂടെ നിൽക്കാൻ പറ്റിയൊരു വീടെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വീട്ടിലേക്കാണ് നമ്മൾ ഈ എൻട്രി ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ നേരെ ചെന്നപ്പോൾ കാണാം നല്ല ഒരു എന്താ പറയുക, നല്ല ലാൻഡ്സ്കേപ്പിങ്ങും കാര്യങ്ങളുള്ളൊരു സ്ഥലം ഇത്. അപ്പോൾ നമ്മൾ കയറി ചെല്ലുന്നത് ആ വീട്ടിലേക്ക്. ഇതാണ് ആ വീട്. ഇനി നമുക്ക് ആ വീടിനുള്ളിലേക്ക് കയറാം. ഇതാണ് ഞങ്ങളുടെ 3 പേരുടെയും വാഹനം. ഏതായാലും നല്ല രസമാണ് ഈ ഏരിയ കാണാനായിട്ട്. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് കൗണ്ടി മീത്ത് എന്ന് പറയുന്നത്. ഇതാണ് ആ വീടിനകത്തേക്കുള്ള ഫസ്റ്റ് എൻട്രി. നമുക്ക് കാണാൻ പറ്റും. ഇതാണ് അതിൻ്റെ ഒരു സിറ്റ് ഔട്ട് പോലത്തൊരു സംഭവം. നമ്മൾ കയറി ചെല്ലുമ്പം നല്ല മനോഹരമായിട്ടുള്ള കാർപ്പറ്റും വീടൊക്കെ നല്ല ഭംഗിയിലാണ് അവരാൻ ചെയ്യുന്നത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ലിവിങ് റൂമാണ്. ടി വി കാണാനൊക്കെ ചെറിയ ആൾക്കാർക്ക് വരുമ്പോൾ ഇരിക്കാൻ പറ്റിയൊരു ലിവിങ് റൂമാണിത്. അടുത്ത് നമ്മൾ പോകുന്നത് ഇവിടെ ജെയ്ഡും ഉണ്ട്. ജെയ്ഡു എല്ലാവരും എൻജോയ് ചെയ്യും നല്ല രീതിയിൽ. എൻജോയിങ് ജെയ്ഡ്. Subscribe. Subscribe to me. Make sure I have 1 million subscribers because I'm gonna have one. ജെയ്ഡു ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. ഇതാണ് നമ്മുടെ കിച്ചണും നമ്മുടെ ചെറിയൊരു ഡൈനിങ് റൂം പോലെ ഇവിടെ ഉണ്ട്. ഇവിടെ നിന്ന് കാണാൻ പറ്റുന്ന അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. നല്ല വ്യൂ ആണ് അവിടെ. ഇതാണ് കിച്ചൻ്റെ ഓവറോൾ ഒരു ലുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇത് ചെറിയൊരു ബാത്റൂമാണ്. നല്ല ഭംഗിയാണ്. നല്ല പഴയ കാലത്ത് പണിതായതുകൊണ്ടായിരിക്കും നല്ല രസമാണ് ഇത് കാണാനായിട്ട്. ഇത് ചെറിയൊരു കിച്ചൺ സ്റ്റോറേജ് റൂം പോലത്തെ ഒരു ഏരിയയാണിത്. അടുത്തത് നമ്മുടെ ഒരു കോറിഡോറാണ്. ഇതുവഴിയാണ് മേലോട്ട് കയറി പോകുന്ന സ്റ്റെയർ ഉള്ളത്. നല്ല ഭംഗിയുള്ള വുഡൻ സ്റ്റെയർസ്. ഇത് നമ്മൾ കയറി നേരെ ചെല്ലുന്നത് ഒരു റൂം, ഫസ്റ്റ് റൂം. ഇവിടെ മേളിൽ തന്നെ 5 റൂമുണ്ട്. അത് ഫസ്റ്റ് റൂമാണ്. ഇത് ചെറിയൊരു റൂമാണത്. അത് കഴിഞ്ഞ് നമ്മൾ ചെല്ലുന്ന വേറൊരു മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ്. ഈ മാസ്റ്റർ ബെഡ്റൂം കാണാൻ നല്ല ഭംഗിയാണ്. ഇത് നല്ല ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നല്ല ഭംഗിയുള്ളൊരു ഏരിയ. ഇവിടുന്ന് കാണുന്ന വ്യൂവും നമ്മുടെ ആദ്യം കിച്ചണിൽ നിന്ന് കണ്ട അതേ വ്യൂ ആണ് ഇവിടുന്ന് കാണുന്നത്. നല്ല ഭംഗിയാണ് ഇവിടുന്ന് കാണാനായിട്ട്. സെറ്റപ്പ് കാർപ്പറ്റൊക്കെ അല്ലേ, ക്ലീനിങ് ഒക്കെ നല്ല ക്ലീനിങ്. ഇത് അടുത്തൊരു മുറിയാണ്. ചെറിയ സിംഗിൾ ബെഡിൻ്റെ, അതായത് അത്യാവശ്യം കിങ് സൈസ് ബെഡിൻ്റെ ഒരു മുറിയാണിത്. അടുത്തതൊരു ഡബിൾ ബെഡിൻ്റെ ഒരു റൂം. ഇതെല്ലാം നല്ല നീറ്റ് ആൻഡ് ടൈഡി, നല്ല എന്താ പറയുക, ക്രിസ്പ് ആൻഡ് ക്ലീൻ എന്നൊക്കെ പറയത്തില്ല, ആ ഒരു രീതിയിലാണ് അവരെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് അടുത്തൊരു മുറി. ഇതും ഡബിൾ ബെഡാണ്. ഇത് ഫാമിലിയായിട്ടൊക്കെ ഉള്ളവർക്ക് ഏറ്റവും നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമായത് കേട്ടോ. വെറുതെ വൈൻ കുടിച്ച് നിൽക്കുന്ന സൗമ്യ ചേച്ചി കഷ്ടപ്പെട്ട് ചിക്കനോട് എന്ത് ക്രൂരത കാണിക്കുന്നു. ക്രൂരത എന്താണ് ഇവിടെ പരിപാടി? നിൽക്കുന്ന ജോമറ്റേട്ടൻ ഇവിടെ വെറുതെ കൈയും കെട്ടുന്ന ആളെന്ത് കൊച്ചിന് മസാല പിടിച്ച് മസിൽ പിടിച്ച് മസാല തേക്കുന്ന എന്തൊരൊത്തൊരുമ. ഇവിടെ ആരും ഇല്ല. ഇതൊക്കെയാണ് നമ്മളുടെ ഫസ്റ്റ് ഡേയിലെ വിശേഷങ്ങൾ. നമുക്ക് ഇനിയും അടുത്ത ബാർബിക്യൂ ഒക്കെ ഉണ്ടാക്കാനൊക്കെ ഉണ്ട്. ഇനി അടുത്ത് നമ്മൾ സെക്കൻഡ് ഡേയിലെ വീഡിയോ നമുക്ക് അടുത്ത ദിവസം കാണാം.